കോഴിക്കോട് പെരുമണ്ണ വെള്ളിയാങ്കോടിനെയും മലപ്പുറം ജില്ലയിലെ വാഴയൂർ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പാലം 32 വർഷമായിട്ടും പൂർത്തിയായില്ലെന്ന് പരാതിയുമായി നാട്ടുകാർ. പാലത്തിനായി സർക്കാർ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നെങ്കിലും എങ്ങും എത്തിയില്ലെന്നും യാത്രക്കാർ ദുരിതത്തിലാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പാലം നിർമ്മാണത്തിനായി ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രദേശവാസികൾ അറിയിച്ചു. ഞങ്ങൾക്കിവിടെ പാലം വേണം. പെരുമണ്ണയിലെ വാഴയൂരിലെ നാട്ടുകാർക്കായി പാലം വേണം. പാലം ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവൂ. ഒരു പാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് 32 വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ലാത്തതോടെയാണ് ചാലിയാറിന്റെ ഇരുകരകളിലെയും നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പെരുമണ്ണ പഞ്ചായത്തിലെ വെള്ളായിക്കോടും മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിലെ മൂളപ്പുറം കടവും ബന്ധിപ്പിച്ചുകൊണ്ട് പാലം വേണമെന്ന ആവശ്യവുമായാണ് വെള്ളായിക്കോട് കടവിൽ നാട്ടുകാർ വീണ്ടും ഒത്തുചേർന്നത്. 1992 ജനുവരി 26-ന് വെള്ളായിക്കോടിൽ നിന്നും വാഴയൂരിൽ പോകുകയായിരുന്ന വിവാഹ സംഘം സഞ്ചരിച്ച തോണി മറിഞ്ഞ് 6 പേർ മുങ്ങി മരിച്ചതോടെയാണ് വെള്ളായിക്കോട് മൂളപ്പുറം കടവ് പാലം വേണമെന്ന ആവശ്യം ശക്തമായത്. ഈ ഇരുകരകളിലുമുള്ള എൻ്റെ കുടുംബങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടുകാരായ ആളുകളൊക്കെ അവരുടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ ഇരുകരകളിലുമായിട്ടാണ് ഉള്ളത്. പണ്ട് മുതലേ ഇവിടെ ഒരു കടത്തുതോണി സർവീസുകൾ ഈ കടവുകളിലും ഉണ്ടായിരുന്നു. കുറ്റക്കടവ്, നെച്ചിക്കടവ് കടവുകളിലുണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഈ ഒരു വിഷയത്തിൽ. ഞങ്ങളുടെ മക്കൾ അക്കരയാണ് പഠിക്കുന്നത്. അവർക്കൊന്നും പാലില്ലാത്തതുകൊണ്ട് അക്കരയ്ക്ക് പോകാൻ ഭയങ്കര വിഷമമാണ്. ആദ്യമൊക്കെ തോണിയില്ലായിരുന്നു, ഇപ്പൊ തോണിയും ഇല്ല. എന്തായാലും ഇതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്ത് അന്ന് തന്നെ സർക്കാർ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തി പാലം നിർമ്മിക്കേണ്ട സ്ഥലം തിട്ടപ്പെടുത്തി. കൂടാതെ അന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങുകയും അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയും ചെയ്തു. ഇതിനു പുറമെ 25 കോടി രൂപയുടെ പ്രപ്പോസൽ നബാർഡിന് മുമ്പാകെ സമർപ്പിച്ചു. എന്നാൽ ഈ പ്രപ്പോസൽ നബാർഡ് അംഗീകരിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ടോക്കൺ തുക നീക്കിവെച്ചെങ്കിലും വർഷം 32 കഴിഞ്ഞിട്ടും വെള്ളായിക്കോട് മൂളപ്പുറം കടവ് നിവാസികൾക്ക് പാലം കിട്ടാക്കനിയായി തുടരുകയാണ്. 6 ആളുകളാണെന്ന് ഈ തോണി അപകടത്തിലൂടെ മരണപ്പെട്ടത്. 12, 11, 14 വയസ്സായ കുട്ടികൾ ഉൾപ്പെടെ 6 ആളുകൾ മരണപ്പെട്ടതിന് ശേഷം ഇവിടെ കടവ് നിലച്ചിരിക്കുക. അതിന് ശേഷം ഇവിടെ കടത്തില്ല. അക്കരെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ടും പോകാനുള്ള യാതൊരു മാർഗവുമില്ല. അപ്പൊ അതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരും അടുത്ത സർക്കാർ വന്നാലും ഈ പാലം അനുവദിച്ചു കിട്ടുന്നത് വരെയുള്ള സമരം ഞങ്ങൾ ശക്തിപ്പെടുത്തും. ഈ ഫെബ്രുവരി മാസം 16-ാം തീയതി തിങ്കളാഴ്ച കോഴിക്കോട് കലക്ടറേറ്റിന് മുൻപിൽ നാട്ടുകാരെ അണിനിരത്തിക്കൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഏകദിന സത്യാഗ്രഹം ഞങ്ങൾ നടത്തും. അത് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞാൽ മലപ്പുറം കലക്ടറേറ്റിന് മുൻപിലും ഞങ്ങൾ സമരം നടത്തും. നിലവിൽ കണ്ണെത്താ ദൂരത്തേക്ക് എത്തണമെങ്കിൽ കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. 1994-ലെ തോണി അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അന്നത്തെ 9 വയസ്സുകാരനായിരുന്ന പെരുമണ്ണ സ്വദേശി ജിർഷാദും നാട്ടുകാർക്കൊപ്പം സമരത്തിന് മുന്നിട്ടിറങ്ങി. ന്യൂസ് മലയാളം, കോഴിക്കോട്.